എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ടാണ്. അപ്പോൾ മനസ്സിൽ വെറുതെ തോന്നിയപ്പോൾ ചെയ്ത് നോക്കിയിട്ടുള്ളൊരു ഐഡിയ ആണ്. എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞ് ഐഡിയ ആയതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുമോ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന് ചെറിയ ചതുരത്തിലുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലവറിനൊക്കെ മടക്കില്ലേ, അത് എല്ലാവർക്കും അറിയുന്ന ഒരു മടക്കലാണ്. അതുപോലെ ഒന്ന് മടക്കണം. ആദ്യം ഒരു സ്ക്വയറിലുള്ള പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് മടക്കുക, പിന്നെ വീണ്ടും മടക്കുക കേട്ടോ. പിന്നെ ഒരിക്കൽ കൂടി മടക്കണം. അതിനുശേഷം ആ ഒരു സൈഡ് ഭാഗം ഒന്ന് വളച്ചിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അത്രയ്ക്കേ ഉള്ളൂ. നിവർത്തി നോക്കുമ്പോൾ നല്ലൊരു ഫ്ലവർ പോലെ ആയിട്ടുണ്ട്. ഇതുപോലത്തെ 5 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ A4 ഷീറ്റിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇർക്കിളി പോലെ എന്തെങ്കിലും എടുത്തിട്ട് അതിനെ നമ്മുടെ ആ ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റി എടുത്താലും മതി. അപ്പോൾ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ. ഒരു ഇർക്കിളിയോ എന്തെങ്കിലും കനം കുറഞ്ഞ സംഭവം ഉള്ളിൽ വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്യുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഇർക്കിളി വലിച്ചെടുക്കുക. പിന്നെ ലാസ്റ്റ് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് 5 സ്റ്റിക്കുകളും ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കളർ പേപ്പറിൽ നിന്ന് തന്നെ ലീഫിൻ്റെ ഷേപ്പും വെട്ടിയെടുക്കണം. അപ്പോൾ നടുവേ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു സൈഡ് ഒരു ലീഫ് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കുക. ഏകദേശം ഒരു ലീഫിൻ്റെ പോലെ നമുക്ക് സെറ്റാക്കണം. ഞാൻ ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലീഫുകൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ലീഫ് ഉണ്ടാക്കാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വൈറ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ 2 പെറ്റലിൻ്റെ നടുവിലൂടെ സിസർ വെച്ചിട്ടൊരു വെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അത് മുറിയാലോ. ഇനി നമുക്ക് ഒരു പെറ്റലിൻ്റെ മുകളിലേക്ക് മറ്റേ പെറ്റൽ എടുത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഒന്നിങ്ങനെ വളഞ്ഞ് നിൽക്കുമല്ലോ. അപ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവും കാണാൻ. അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓരോന്നിനും അതുപോലെ നടുവിലൊരു വെട്ടിട്ട് കൊടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ മുകളിൽ കൂടെ മറ്റേത് വെച്ചിട്ട് ഒട്ടിക്കുക. ഇനി ഞാൻ ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ ഇതുപോലെ ഒരു ബ്രഷിൻ്റെ ഒരു ബാക്ക് ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെന്നോ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് വളഞ്ഞ് നിൽക്കും. ഇതുപോലെ ലീഫിൻ്റെയും ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി നമുക്ക് സവോളയുടെ ഈ ഒരു കടഭാഗം വേണം. അതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, കിച്ചണിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഉണക്കിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിന് എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വെട്ടിയിട്ട് ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, അടിപൊളി ഒരു ഫ്ലവർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിലൊക്കെ നല്ല ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നിൽക്കണോണ്ട് ഒരു രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് ഒട്ടിക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിക്കുന്ന പണിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ ആ ഒരു സ്റ്റെം എടുക്കാം. അതിൻ്റെ ആ ഒരു അറ്റം കുറച്ച് കട്ട് ചെയ്ത് കളയുക. പിന്നെ 2 വെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആ ഒരു പേപ്പർ ഒന്ന് വിടർത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടിക്കാൻ കുറച്ചും കൂടെ നല്ലൊരു ഈസി ആയിരിക്കും. അപ്പോൾ നല്ല ഒരു സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്കിവിടെ നന്നായിട്ട് ഹോട്ട് ഗ്ലൂ ആക്കിയിട്ട് ആ ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതുപോലെ നമുക്ക് ലീഫും ഒക്കെ ഒട്ടിക്കാം. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ തയ്യാറാക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു കളർ കൊടുക്കുമായിരുന്നു കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് ഗോൾഡൻ കളറും പിന്നെ റെഡും വെച്ചിട്ടൊന്ന് കളർ കൊടുത്തു കേട്ടോ. ആ ഒരു സെൻറ്ററിൽ ഞാൻ കുറച്ച് ഗോൾഡൻ കളറും പിന്നെ ആ ഒരു സൈഡിൽ റെഡുമാണ് കൊടുത്തത്. പക്ഷേ എനിക്ക് തോന്നി ഈ കളർ കൊടുക്കാത്തതായിരുന്നു കൂടുതൽ ഭംഗിയെന്ന്. അപ്പോൾ എന്തായാലും കൊടുത്തില്ലേ, ഇനിയിപ്പോൾ നമുക്കെല്ലാം തന്നെ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ. റെഡിന് പകരം യെല്ലോ കൊടുക്കായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ കൊടുക്കുന്നതാണ് ഇഷ്ടം എന്നൊന്ന് കമൻറ്റിലൂടെ പറയൂ കേട്ടോ. അപ്പോൾ എനിക്ക് സവോള കട്ട് ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുള്ള ഒരു ഐഡിയ ആണിത്.
അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇന്നലെ വാനില എസൻസിൻ്റെ ഒഴിഞ്ഞ ബോട്ടിൽ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ ആണത്. പക്ഷെ അത് ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും അതൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. ഇനി നാളെ വരാം മറ്റൊരു നല്ല ഐഡിയ ആയിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.